കൂക്കി നാഷണൽ ആർമിയിൽ നിന്നും ഒരു ബർമീസ് പൗരനെ അടുത്തിടെ അറസ്റ്റ് ചെയ്ത സംഭവത്തോടെ മണിപ്പൂർ കലാപത്തിനു പുറകിൽ വിദേശ ശക്തികളുണ്ടെന്ന് തെളിഞ്ഞതായി മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആസാം റൈഫിൾ കൂക്കി തീവ്രവാദി സംഘത്തിൽ നിന്നും ബർമീസ് പൗരനെ അറസ്റ്റ് ചെയ്തത്. ഇതിനെ ബീരേൻ സിംഗ് പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഒരു ബർമീസ് പൗരനെ അറസ്റ്റ് ചെയ്ത ആസാം റൈഫിൾസ് ടീമിന്റെ നടപടികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിലവിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ തുടക്കം മുതൽ സ്ഥിരമായി അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ ശരിയായി വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര അതിർത്തിയിൽ ബർമീസ് പൗരനെ പിടികൂടിയതിന് ആസാം റൈഫിൾസിനെ അഭിനന്ദിച്ച് സിംഗ് പറഞ്ഞു. അതിനിടെ ഇംപാൽ വെസ്റ്റ്, ഇംപാൽ ഈസ്റ്റ്, തൗബാൽ, ബിഷ്ണുപൂർ, കാങ്ചിങ് ജില്ലയിലെ ടെറിട്ടോറിയൽ അധികാര പരിധിയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് സർക്കാർ പിൻവലിക്കുകയും ചെയ്തു. ചരിത്രപരമായ സംഘർഷം നിലനിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് മെയ്തി, കൂക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിൽ അഥവാ സാലൈൻ ഗാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന അവരുടെ മാതൃരാജ്യം സ്ഥാപിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി 90കളിൽ ആയുധം കയ്യിലെടുത്തവരാണ് കൂക്കികൾ. കൂക്കികളുടെ അധിവാസ പ്രദേശത്തിന്റെ വലിയൊരു ഭാഗവും നാഗാലിമുമായി ചേർന്ന് കിടക്കുന്നതാണ്. ഇതുമൂലം നാഗകളുമായുള്ള ഏറ്റുമുട്ടലിലാണ് 90കളിൽ കൂക്കികൾ ആയുധമെടുത്തത്. മണിപ്പൂർ രാജവംശവും ഇന്ത്യൻ യൂണിയൻ സർക്കാരും തമ്മിൽ 1949 ഒപ്പുവെച്ച ലയന കരാറിൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്നാണ് കൂക്കികൾ അവകാശപ്പെടുന്നത്. വംശീയ സംഘർഷങ്ങൾ കലുഷിതമാക്കിയ മണിപ്പൂരിൽ സമാധാനം കടന്നുവരുന്നത് 2008 SOO ഒപ്പുവെക്കുന്നതോടെയാണ്. സമീപകാല സർക്കാർ ഇടപെടലുകൾ മണിപ്പൂരിനെ വീണ്ടും അശാന്തിയുടെ ഭൂമിയാക്കി. സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാർ മണിപ്പൂരിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനെന്ന പേരിൽ ആരംഭിച്ച നടപടികളും കറുപ്പ് കൃഷി നിർമ്മാർജ്ജന ക്യാമ്പയിനും മാർച്ച് മാസത്തിൽ SOO കരാർ പിൻവലിച്ചതുമെല്ലാം തങ്ങൾക്കെതിരെയുള്ള വംശീയ അതിക്രമമായാണ് കൂക്കികൾ കരുതുന്നത്. തീവ്രവാദങ്ങൾ മലനിരകളിൽ അശാന്തി പരത്തുന്നുവെന്ന കാരണം പറഞ്ഞായിരുന്നു SOS സർക്കാർ പിൻവലിക്കുന്നത്. ഭരണകൂടം തങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നുവെന്ന ആശങ്ക കൂക്കികൾ പൊതിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മെയ്തികൾ അവരെ ഷെഡ്യൂൾ ട്രൈബായി പരിഗണിക്കണമെന്ന ആവശ്യമുയർത്തി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഇത് കൂക്കികളെ കൂടുതൽ ഭയപ്പെടുത്തി. മണിപ്പൂർ സാമ്പത്തികമായും സാമൂഹികമായും മേധാവിത്വം പുലർത്തുന്ന വിഭാഗമാണ് മെയ്തികൾ. സംസ്ഥാന നിയമസഭയിൽ ആകെയുള്ള 60 MLA-മാരിൽ 40 പേരും മെയ്തി വിഭാഗത്തിൽ നിന്നാണെന്നത് അവർക്ക് അധികാരശക്തിയും നൽകുന്നു. മ്യാൻമാറിൽ നിന്നും വലിയ തോതിലുള്ള കുടിയേറ്റം സംസ്ഥാനത്തുണ്ടാകുന്നു എന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുന്നത് തടഞ്ഞത്. കൂക്കികൾ ഈ അനധികൃത കുടിയേറ്റം തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സർക്കാർ നീക്കമായാണ് കാണുന്നത്. ഇപ്പോൾ തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഷെഡ്യൂൾ ട്രൈബ് ഗണത്തിൽ മെയ്തികളെയും ഉൾപ്പെടുത്തുന്നത് കൂക്കികളും നാഗകളും ഒരുപോലെ ഭയപ്പെടുന്ന കാര്യമാണ്. തങ്ങളുടെ സംരക്ഷിത മേഖലകളായ മലയോരങ്ങളിലേക്ക് മെയ്തികൾ കടന്നുവരുന്നതോടെയാണ് അവരുടെ മുഖ്യമായ ഭയം. മെയ്തി വിഭാഗത്തിൽ ആവശ്യവും കൂക്കികളുടെ ആശങ്കയും സംഘർഷഭരിതമാക്കിയ സാഹചര്യത്തിലാണ് അരംബൈ തങ്കോൾ മെയ്തി ലീപൂൺ എന്ന സായുധ സംഘടന കൂക്കികളെ കൂട്ടക്കൊല ചെയ്ത് ആരോപണമുയർത്തുന്നത്. മെയ്തി ഭൂരിപക്ഷമായ സംസ്ഥാന ഭരണകൂടവും ഈ കൂട്ടക്കൊലയിൽ സംശയത്തിന്റെ നിഴലിലാണ്. മെയ്തികളോട് പ്രതികാരം ചെയ്യാൻ കൂക്കികളും ആയുധം കയ്യിലെടുത്തു. അവർ ശത്രുക്കളുടെ വീടുകളും സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കി. മണിപ്പൂർ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ കഴിവിൽ ഇപ്പോൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അഭ്യർത്ഥനയും ഫലം കണ്ടില്ല. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആവശ്യം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നതാണ്.